ടെക് ലോകത്തെ വാർത്തകൾ. അപകട സാധ്യതയുള്ള പ്രദേശത്തെത്തുമ്പോൾ ഇനി ഗൂഗിൾ മാപ്പ് മുന്നറിയിപ്പ് നൽകും. ബ്ലാക്ക് സ്പോട്ട് എന്ന ഈ സംവിധാനം ഗൂഗിൾ മാപ്പിൽ നടപ്പാക്കുന്നു. ഗൂഗിൾ മാപ്പിൽ വഴിയും ഗതാഗത തിരക്കും മാത്രമല്ല, വഴിയിലെ അപകട സാധ്യതയെക്കുറിച്ചും ഇനി മുന്നറിയിപ്പ് ലഭിക്കും. അപകട സാധ്യത കൂടുതലുള്ള ബ്ലോക്ക് സ്പോട്ടുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള സൗകര്യം രാജ്യത്ത് ആദ്യം നടപ്പാക്കുക ഡൽഹിയിലായിരിക്കും. ഡൽഹി ട്രാഫിക് പോലീസിന്റെ സഹായത്തിലായിരിക്കും ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് സംവിധാനം ഗൂഗിൾ മാപ്പ് ഒരുക്കുക. റോഡുകളിൽ തുടർച്ചയായ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ 500 മീറ്റർ ചുറ്റളവിലാണ് ബ്ലാക്ക് സ്പോട്ടുകളായി രേഖപ്പെടുത്തുക. റോഡിന്റെ ഇരുവശങ്ങളിലും ഇങ്ങനെ രേഖപ്പെടുത്തും. ആവർത്തിച്ചുള്ള അപകടങ്ങളാണ് ബ്ലാക്ക് സ്പോട്ടായി രേഖപ്പെടുത്താൻ വേണ്ട മാനദണ്ഡം. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ അപകട സാധ്യതാ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് ലഭിക്കും. ഇതോടെ കൂടുതൽ ശ്രദ്ധയോടെ വാഹനം ഓടിച്ച് അപകടങ്ങൾ ഒഴിവാക്കാനാകുമോ എന്ന സാധ്യതയാണ് പരിശോധിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഡൽഹി ട്രാഫിക് പോലീസ് 111 ബ്ലാക്ക് സ്പോട്ടുകളാണ് വിവിധയിടങ്ങളിലായി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം നടന്നത് 1132 വാഹനാപകടങ്ങളാണ്. 483 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ബ്ലാക്ക് സ്പോട്ട് സംവിധാനം വൈകാതെ രാജ്യത്തെ മറ്റു ഭാഗത്തേക്ക് കൂടി വ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ സ്വകാര്യ 5G നെറ്റ്വർക്ക് അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ സ്വകാര്യ ടെലികോം കമ്പനികൾ. രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന ആരോപണമാണ് കമ്പനികൾ ഉയർത്തുന്നത്. രാജ്യത്ത് സ്വകാര്യ 5G നെറ്റ്വർക്കുകൾ ഒരുക്കുന്നതിന് ടെലികോം സ്പെക്ട്രം നൽകുന്നതിനുള്ള കേന്ദ്ര ടെലികോം വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ ശക്തമായ എതിർപ്പുമായി ടെലികോം കമ്പനികൾ രംഗത്ത്. തീരുമാനം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണെന്നും സ്പെക്ട്രം ലേലം വഴി സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തെ ഇല്ലാതാക്കുന്നതാണെന്നും കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു. കൃത്യമായ നിയന്ത്രണ മാർഗരേഖയില്ലാതെ സ്വകാര്യ 5G നെറ്റ്വർക്കുകൾ അനുവദിക്കുന്നത് സേവനങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായും രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ കാരണമായേക്കാമെന്നും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറൽ SP കൊച്ചാർ ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റ് സംരംഭങ്ങൾ സ്വന്തം നിലയിൽ 5G നെറ്റ്വർക്ക് ഉണ്ടാക്കുകയെന്നത് ചെലവേറിയ കാര്യമാണ്. ഉപകരണങ്ങൾക്കും സ്പെക്ട്രത്തിനും അത് കൈകാര്യം ചെയ്യുന്നതിനും സുരക്ഷയ്ക്കും സാങ്കേതികവിദ്യയുടെ നവീകരണത്തിനുമെല്ലാമായി തുടർ നിക്ഷേപങ്ങളും ആവശ്യമായി വരും. സ്ഥാപനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന കാപ്റ്റീവ് നോൺ പബ്ലിക് 5G നെറ്റ്വർക്കുകൾ നിലവിൽ ലൈസൻസ് ഉള്ള ടെലികോം കമ്പനികൾ വഴി അനുവദിക്കാവുന്നതാണ്. തടസ്സം കൂടാതെയുള്ള നെറ്റ്വർക്ക് ആവശ്യമായുള്ളവർക്ക് നിലവിൽ ലൈസൻസ് ഉള്ളവരിൽ നിന്ന് സ്പെക്ട്രം വാടകയ്ക്ക് നൽകുകയോ പ്രത്യേക നെറ്റ്വർക്ക് ഒരുക്കുകയോ സേവനം ലഭ്യമാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ മൈലേജ് കുറയുമെന്ന ആശങ്ക വേണ്ടെന്ന് കേന്ദ്രം. E20 പെട്രോൾ വാഹനങ്ങൾക്ക് ദോഷകരമാണെന്ന വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഈ വിശദീകരണം. 20% എഥനോൾ കലർന്ന പെട്രോൾ പഴയ വാഹനങ്ങൾക്ക് കേടുവരുത്തുമെന്ന പ്രചാരണങ്ങൾ തള്ളി കേന്ദ്ര പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയം. ഇത് പെട്രോൾ വാഹനങ്ങളുടെ പ്രകടനത്തെ ബാധിക്കില്ലെന്നും ഇത് വാഹനങ്ങൾക്ക് യാതൊരു കേടുപാടുകളും വരുത്തില്ലെന്നുമാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ഉറപ്പു നൽകുന്നത്. എന്നാൽ ഇന്ധനക്ഷമതയിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. എഞ്ചിൻ ട്യൂണിങ്ങിലൂടെ ഇത് മറികടക്കാനാകും. വാഹനങ്ങളുടെ പ്രകടനത്തെ ബാധിക്കുകയോ തേയ്മാനം ഉണ്ടാക്കുകയോ ചെയ്യില്ലെന്നും മന്ത്രാലയം ഉറപ്പിച്ചു പറയുന്നു. എഥനോൾ പെട്രോളിനേക്കാൾ ഊർജ്ജസാന്ദ്രത കുറഞ്ഞ ഇന്ധനമാണ്. അതുകൊണ്ടാണ് E20 പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇന്ധനക്ഷമത കുറയുന്നത്. പഴയ വാഹനങ്ങളിൽ എഞ്ചിൻ പാർട്സുകളിൽ തുരുമ്പ് പിടിക്കുമെന്നാണ് മറ്റൊരു ആശങ്ക. എന്നാൽ തുരുമ്പിനെ പ്രതിരോധിക്കുന്ന സംവിധാനം ഉൾപ്പെടെയുള്ള BIS സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് E20 ഇന്ധനം ഒരുക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പള്ളിപ്പുറം ക്യാമ്പസിലെ ടെക്നോസിറ്റിയിൽ നിർമ്മിക്കുന്ന രണ്ടാമത്തെ IT ഓഫീസ് സമുച്ചയത്തിനായി ടെക്നോപാർക്ക് താൽപ്പര്യപത്രം ക്ഷണിച്ചു. ഇൻ്റഗ്രേറ്റഡ് IT മൈക്രോ ടൗൺഷിപ്പ് പദ്ധതിയായ ക്വാഡിലാണ് ടെക്നോപാർക്ക് ഫേസ് 4 ആയ ടെക്നോസിറ്റി ഉൾപ്പെടുത്തുന്നത്. IT പ്രൊഫഷണലുകൾക്ക് റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകളും ഷോപ്പിംഗും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്ന ലൈവ് വർക്ക് പ്ലേ ക്യാമ്പസായിട്ടാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 4.50 ഏക്കർ ഭൂമിയിൽ 8 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ക്യാമ്പസാണിത്. ദീർഘകാലത്തേക്ക് പാട്ടത്തിനെടുക്കുന്ന ഭൂമിയിലാണ് രണ്ടാമത്തെ IT കെട്ടിടം. ക്വാഡ് പദ്ധതിയിലെ ആദ്യത്തെ IT കെട്ടിടം മൂല്യനിർണ്ണയ ഘട്ടത്തിലാണ്. നിലവിൽ ഏകദേശം 125 കമ്പനികൾ ടെക്നോപാർക്കിൽ IT സ്ഥലത്തിനായി കാത്തിരിക്കുകയാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വകാര്യ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിരിക്കണം. ഇത് കുറഞ്ഞത് 5 വർഷത്തേക്ക് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരിക്കണം. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിൽ ഓരോന്നിലും 35 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് നേടിയിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. അടുത്ത മാസം 18 വൈകുന്നേരം 5 മണിവരെ താൽപ്പര്യപത്രം സമർപ്പിക്കാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് അദാനി ഡിജിറ്റൽ ലാബ്. പുതുക്കിയ അദാനി വൺ ആപ്പ്, അദാനി റിവാർഡ്സ്, ഡിജിറ്റൽ ലോഞ്ചുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പുതിയ മാറ്റം. അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡിന്റെ ടെക്നോളജി വിഭാഗമാണ് അദാനി ഡിജിറ്റൽ ലാബ്സ്.
റിയൽ ടൈം വിവരങ്ങൾ, ആകർഷകമായ റിവാർഡുകൾ, പ്രത്യേക ലോഞ്ച് സേവനങ്ങൾ തുടങ്ങിയവ വഴി യാത്രയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുമെന്ന് അദാനി ഡിജിറ്റൽ ലാബ്സ് ഡയറക്ടർ സൃഷ്ടി അദാനി പറഞ്ഞു. എല്ലാ എയർപോർട്ട് സേവനങ്ങളും ഒരു പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്ന അദാനി വൺ ആപ്പ് വഴി യാത്രക്കാർക്ക് അദാനി റിവാർഡ്സ്, ലോയൽറ്റി ആനുകൂല്യങ്ങൾ നേടാൻ കഴിയും. ലോഞ്ച് പ്രീ ബുക്കിംഗ് ആൻഡ് കാർഡ് എലിജിബിലിറ്റി ചെക്ക്, ലൈവ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ്, ഹൈ സ്പീഡ് വൈഫൈ തുടങ്ങിയ സൗകര്യങ്ങളും ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.